ശരിക്കും ഞാൻ മഴ രാവിലെ ആയിരുന്നു, അത് കഴിഞ്ഞ് എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് തുമ്മലും തലവേദനയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിക്കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചോറൊക്കെ ഉണ്ടിട്ടാണ് ശരിയായത്. മെഡിസിൻ എടുത്തിട്ട് കിടക്കുമായിരുന്നു, കാരണം വയ്യാതായി. കാരണം ആ സമയത്ത് വെളുപ്പായിരുന്നു. അപ്പം എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. എഴുന്നേറ്റപ്പോഴേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തുമ്മൽ തലവേദന ഒക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തപ്പോൾ കഴിഞ്ഞത് ഉച്ചയായി. അപ്പം ഞാൻ ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് എഴുന്നേറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു, സിമ്പിൾ ചിക്കൻ കറി. അപ്പം ഈ വീഡിയോയിൽ ഞാൻ വേറെ എന്തൊക്കെയാണ് പറയുന്നത്, വേണ്ടാത്ത കാര്യം എന്തുമായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ വോയിസ് ഓവർ ആഡ് ചെയ്തേക്കാം. സോ ആ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ മഴയൊക്കെ ഒന്ന് ശമിച്ചപ്പോൾ ഞാൻ ചുമ്മാ പുറത്തിറങ്ങി ജസ്റ്റ് ഈ പ്ലാന്റ്സ് ജസ്റ്റ് ഒക്കെ. ഇപ്പം വല്ലതൊന്നും ചെയ്യാൻ പറ്റാറില്ല, കാരണം നല്ല മഴയാണ്. ഇടയ്ക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മഴ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പം എൻ്റെ ജാതി മരത്തിൽ നല്ല ജാതിയൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പം പൊട്ടി വീഴും ചിലപ്പം. നമ്മൾ ചിലപ്പം കുലുക്കിയാലേ അത് വീഴത്തുള്ളൂ. പൊട്ടിക്കിടക്കുന്നത് ജാതി കുരു എടുക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് വീഴ്ത്തേണ്ടി വരും. അപ്പം ഞാനത് തപ്പുമായിരുന്നു. കുറേയൊക്കെ കിട്ടി, കുറച്ചൊക്കെ കിട്ടും. പിന്നെ നമ്മൾ കുലുക്കി ഇടണം, അതിങ്ങനെ വീണോളൂ കേട്ടോ, കിട്ടും നമുക്ക്. അങ്ങനെ ഞാനതൊക്കെ കുറച്ച് കളക്ട് ചെയ്ത് വച്ചു. പിന്നെയും ഞാൻ കുറേ നേരമൊക്കെ വേറെ മരമുണ്ട് കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ട് കേട്ടോ. അതിലെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട്. അതൊക്കെ കുറേയൊക്കെ പറ്റുന്ന പോലൊക്കെ കളക്ട് ചെയ്ത് എടുത്തു. പിന്നെ ഞാൻ എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി പറയാമെന്ന് പറഞ്ഞില്ലേ. അപ്പം അതിന് വേണ്ടത് ആകെയുള്ളൊരു മെനക്കേടെന്ന് പറഞ്ഞാൽ സവോളയാണ്. സവോള വേണം, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പൊടികളെല്ലാം എടുക്കാം. അപ്പം ഇതിനാകെ വേണ്ടത് ഒരു കുക്കർ മാത്രമാണ്. ഒരു 1 പോട്ടെന്നൊക്കെ പറയുന്നുള്ള ഒരു കുക്കറിൽ മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതിൽ വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്ന 3 മീഡിയം സൈസ് സവോളയും ഒരു തക്കാളിയും, ചിക്കൻ ഒരു 1/2 kg വരും, ഇഞ്ചി വെളുത്തുള്ളി അതിനനുസരിച്ച്. പിന്നെ നന്നായിട്ട് മുളക് പിടിക്കണം. അപ്പം നല്ല ഒരു 2 പച്ചമുളക് എടുക്കാം, എരിവുള്ളത്. കൂടാതെ കശ്മീരി ചില്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല എടുത്തു, അതുപോലെ ചിക്കൻ മസാല അതും എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി വേണമെങ്കിൽ മതി, ഞാൻ അങ്ങനെ ചേർക്കാറില്ല. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കൂടെ ഞാൻ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും എരിവിനനുസരിച്ച് എടുക്കണം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ, ബാക്കി പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക്, വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ സവോള ചേർക്കും, ഓണിയൻ ചേർത്തും അത് നന്നായി വഴറ്റണം കേട്ടോ. കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം, ഇച്ചിരി എരിവുള്ള എടുത്തു. അപ്പം എരിവിനനുസരിച്ച് നമ്മൾ ബാക്കി കാശ്മീരി ചില്ലി ഇന്ന് ബാലൻസ് ചെയ്യണം. എരിവ് വേണമല്ലോ, ചിക്കൻ കറിക്ക് നല്ല എരിവ് വേണം. അപ്പം സ്പൈസി ആയിട്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ ചിക്കൻ കറിക്ക്. അല്ലാതെയും വെക്കാം, ഒരു മീഡിയം എരിവുണ്ടെങ്കിലും കുറച്ച് എരിവ് നിൽക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഞാൻ ഇത് സവോള നന്നായിട്ട് വഴറ്റണം കേട്ടോ. അതൊന്ന് ജസ്റ്റ് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പം ഇതിലാകെയുള്ള മെനക്കേട് പറഞ്ഞാൽ നമ്മൾ സവോള അരിയണം എന്നുള്ളതാണ്. പിന്നെ നന്നായിട്ട് സോട്ട് ചെയ്യുകയും വേണം. അപ്പം സോട്ട് ചെയ്തിട്ടേലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനിത് കാരണം കുക്കറിൽ അടുപ്പിക്കുമ്പം ഇതങ്ങ് വേകുമല്ലോ. പക്ഷെ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടേ ഇത് ബാക്കി ചെയ്യാറുള്ളൂ. അപ്പം പല രീതിക്ക് നമുക്ക് ഉണ്ടാക്കാമല്ലോ ചിക്കൻ കറി. ഇപ്പം ദിസ് ഇസ് വൺ ഓഫ് ദ വേ ഞാനിതിങ്ങനെ വെക്കാറുണ്ട്. എളുപ്പ പരിപാടിയാണ്. അപ്പം ചിക്കൻ ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കും കേട്ടോ. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അത്രയിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കും. അപ്പം അതിനനുസരിച്ച് വേണം നിങ്ങൾ മുളക് ബാലൻസ് ചെയ്യാൻ. ഇപ്പം 3 സവോള 3 സവോള 1 തക്കാളിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ആക്ച്വലി 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ചിക്കൻ മസാല അതിനനുസരിച്ചും, പിന്നെ ഗരം മസാല, അത്രയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന അളവ് മാറുമല്ലോ. അപ്പം നമ്മൾ ഉണ്ടാക്കിയത് ഇതാവുള്ളൂ.
അപ്പം ഇത് ആക്ച്വലി നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന് അതിന് ശേഷം ഞാൻ കുറച്ച് തക്കാളി ഇടും. പിന്നെ ഞാൻ ഇതിൽ ഞാനൊരു കിഴങ്ങിടും കേട്ടോ. ഞാൻ അങ്ങനെ ഇടാറില്ല, പക്ഷെ ഇന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനിങ്ങനെ ഇട്ടതാണ്. ഒരു ടേസ്റ്റ് വരും കിഴങ്ങും കൂടെ ഒക്കെ ഇടുമ്പോൾ. അപ്പം ഞാൻ പൊടികൾ ഇട്ട് കഴിഞ്ഞ് അതൊന്ന് ജസ്റ്റ് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് തക്കാളി ഇടും. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അതും നന്നായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞ് നന്നായിട്ടൊക്കെ കുറച്ച് ബേൺഡായി പോകാൻ നോക്കണം. ബേൺഡായിട്ട് എനിക്ക് തോന്നിയാൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ കിഴങ്ങിടും, പിന്നെ ചിക്കനും ഇടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് അത്രയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ കുറച്ച് വെള്ളം എനിക്ക് കുറച്ച് ബേൺഡായിട്ട് തോന്നിയതുകൊണ്ട് കരിയത്തില്ല, കരിയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് വെള്ളം ഒന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞ് 2 വിസിലടുപ്പിച്ചാൽ മതി. ചിക്കൻ കറി സെറ്റാവും. അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയാണ് കഴിച്ചത്. ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനും ഉണ്ട്, കുറച്ച് ഗ്രോസറി. അതൊക്കെ കഴിഞ്ഞ് വേണം തിരിച്ചു വരാൻ. അപ്പം അതിനുവേണ്ടി ഇറങ്ങുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് മാങ്ങയും കിട്ടി. നമ്മുടെ മാങ്ങ സീസൺ കഴിഞ്ഞ് വന്നപ്പോഴും നമുക്ക് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നത് ബാക്കി വന്നത് അതും കഴിച്ചു. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് നല്ല മഴയാണ്, നല്ല കിടുക്കാഴ്ച മഴ തന്നെയാണ്. തിരിച്ചു വരുമ്പോൾ അത്ര ഇല്ലായിരുന്നു, പോകുന്ന വഴിക്ക് നല്ല മഴയാണ്. ഇത് ആക്ച്വലി കോട്ടയം വടവതൂർ പോകുന്ന വഴിയാണ്. അപ്പം ആ ഭാഗത്തൊക്കെ നല്ല മഴയുണ്ട്. പിന്നെ ഞാൻ ഗ്രോസറി ഷോപ്പിങ്സ് ഒക്കെ നടത്തി തിരിച്ചു പോന്നു. അങ്ങനെ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഫ്രഷായി കഴിക്കും. ദാറ്റ്സ് ഓൾ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു കുഞ്ഞു ബ്ലോഗ്. ഞാൻ ആക്ച്വലി പോയത് ഒരു ക്ലാസ്സിന് പോകുന്നതാണ് ശനിയാഴ്ചകളിൽ വൈകിട്ട്. അത് ഒരു ഡാൻസ് ഫോം ഉണ്ട്, അപ്പം അതിന് ചുമ്മാ ചേർന്നതാണ്. അപ്പോൾ അതെല്ലാ സാറ്റർഡേയ്സും ഉണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ ഉച്ച കഴിഞ്ഞ് വിശക്കെട്ടി പോകുന്നത്. അപ്പോൾ അത് കഴിയുമ്പം 7 മണിയൊക്കെ ആവും. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ കയറിയിട്ട് വന്നതാണ്. വ്ലോഗ് ചെറിയൊരു വ്ലോഗാണ്. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഗുഡ് നൈറ്റ്.